അയാളും ഞാനും പാർട്ട് 4. കഥ അവതരണം തുമ്പി. ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടോ? നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? അതിനു മുമ്പ് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷികയും അർജുനും തമ്മിൽ ചുംബിക്കുന്ന വീഡിയോ പകർത്തിയ വേദ ഓഫീസ് ഗ്രൂപ്പിൽ അത് പ്രദർശിപ്പിച്ചു. വേദയുടെ സ്വന്തം ഫോണിൽ നിന്നല്ല അവൾ അതിനുവേണ്ടി ഒരു ഫേക്ക് ID ഉണ്ടാക്കി. അതിൽ നിന്നുമാണ് അവൾ ആ വീഡിയോ ഗ്രൂപ്പിലിട്ടത്. അത് കണ്ടപ്പോൾ അർജുന് ദേഷ്യം വന്നു. ആരാണ് ഈ പണി കാണിച്ചത് എന്ന് ചോദിച്ചു. എങ്കിലും സ്റ്റാഫുകൾ ആരും ഒന്നും മിണ്ടിയില്ല. അർജുൻ വേദയെ സംശയമുണ്ടായിരുന്നു. അർജുൻ വേദയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു. ശേഷം ഒരു സൈബർ സെല്ലിൽ നിന്നും അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ ഈ ഫേക്ക് ID വേദയുടെ ഫോണിൽ നിന്ന് രൂപപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി. ഇതറിഞ്ഞ അർജുൻ ഓഫീസിൽ നിന്നും വേദയെ പുറത്താക്കി. എങ്കിലും അർജുൻ്റെ ഉള്ളിലെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി തളർന്നു പോയ ഇഷികയെ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്നായിരുന്നു അവൻ്റെ ചിന്ത. ഓഫീസിലെ ഓരോ ജീവനക്കാരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ അർജുൻ ഇഷികയുടെ കൈകൾ മുറുക്കെ പിടിച്ച് വണ്ടിയിലേക്ക് നടന്നു. വണ്ടിയിൽ കയറുമ്പോഴും ഇഷികയുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. അവളുടെ ഉള്ളിൽ ആ ചുംബനത്തിൻ്റെ ഓർമ്മകളേക്കാൾ വേദയുടെ വാക്കുകളായിരുന്നു മുഴങ്ങിക്കൊണ്ടിരുന്നത്. നിന്റെ അച്ഛൻ്റെ ചരിത്രം പുറത്തു വരും എന്നൊക്കെയുള്ള വാക്കുകൾ അവളുടെ ഉള്ളിൽ കനലായി എരിഞ്ഞു. അർജുൻ വണ്ടി ഓടിച്ചത് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആദർശിൻ്റെ വീട്ടിലേക്കായിരുന്നു. അർജുന് വെറുമൊരു സുഹൃത്തല്ല ആദർശ്, ഒരു സഹോദരനെ പോലെയാണ്. ആദർശിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ അന്തരീക്ഷം കൂടുതൽ വഷളായിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. വീട്ടിലെ മുതിർന്നവരുടെ ഇടയിലും സംസാര വിഷയമായി കഴിഞ്ഞിരുന്നു ഈ വീഡിയോ. തറവാടിൻ്റെ ഉമ്മറത്ത് തന്നെ ആദർശും കുടുംബവും ഗൗരവത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ്റെ അച്ഛനും അമ്മയും ഈ വിവരം അറിഞ്ഞാണ് അവിടെ എത്തുന്നത്. അത് കണ്ടപ്പോൾ ഇഷികയുടെ ഉള്ളു പിടഞ്ഞു. തറവാട്ടിലേക്ക് കയറി ചെന്ന അർജുനെയും ഇഷികയെയും സ്വീകരിച്ചത് അമ്മായിയുടെ പരിഹാസത്തോടെയുള്ള ചിരിയായിരുന്നു. കുടുംബത്തിൻ്റെ അന്തസ്സിനെപ്പറ്റിയും അർജുൻ വരുത്തിവെച്ച നാണക്കേടിനെപ്പറ്റിയും അവർ ഉറക്കെ സംസാരിച്ചു തുടങ്ങി. ഇതിനിടയിൽ അവിടേക്ക് വേദയും എത്തി. അത് എല്ലാവരെയും ഞെട്ടിച്ചു. ആദർശിൻ്റെ അമ്മായിയെ നേരത്തെ തന്നെ കയ്യിലെടുത്തിരുന്ന വേദ ഇഷികയുടെ അച്ഛൻ ഒരു പഴയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണെന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തറവാട്ടിലെ എല്ലാവരും ഇഷികയെ ഒരു കുറ്റവാളിയെപ്പോലെ നോക്കി. ഇഷികയുടെ തല താഴ്ന്നുപോയി. അവൾക്ക് ആകപ്പാടെ നാണക്കേടായി. ആദർശ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയലുമായി അപ്പോൾ മുന്നോട്ട് വന്നു. വേദയുടെ മുഖത്തേക്ക് നോക്കി. ആദർശ് സത്യം വെളിപ്പെടുത്തി. ഇഷികയുടെ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തട്ടിപ്പ് യഥാർത്ഥത്തിൽ നടത്തിയത് ആ വേദയുടെ ഒരു അമ്മാവനായിരുന്നു. വേദയുടെ കുടുംബം തെറ്റുകൾ മറച്ചു വയ്ക്കാൻ ഇഷികയുടെ കുടുംബത്തെ ഇല്ലാതാക്കുകയായിരുന്നു എന്ന് അർജുൻ്റെ അച്ഛനും ആദർശിൻ്റെ കുടുംബാംഗങ്ങളും അത് കേട്ട് സ്തംഭിച്ചുപോയി. സത്യം പുറത്തു വന്നതോടെ വേദയുടെ അഹങ്കാരം നാണക്കേടായി. അർജുൻ്റെ അച്ഛൻ ഇഷികയുടെ അടുത്തെത്തി അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. താൻ ഇത്രയും കാലം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെയാണ് വഴക്ക് പറഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞ അമ്മായിയും മൗനത്തിലായി. അർജുൻ ദേഷ്യത്തോടെ വേദയെ അവിടെ നിന്നും ഇറക്കി വിട്ടു. ആദർശും അർജുനും ചേർന്ന് ഇഷികയുടെ കുടുംബത്തിന് സംഭവിച്ച നഷ്ടപ്പെട്ട സൽപ്പേര് തിരിച്ചു നൽകുമെന്ന് തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം തറവാടിൻ്റെ മുറ്റത്ത് പെയ്യുന്ന മഴ നോക്കിയിരിക്കുകയാണ് ഇഷിക. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. അർജുൻ അവളുടെ അരികിലെത്തി പതിയെ ചോദിച്ചു, ഇപ്പോഴും നിനക്ക് പേടിയുണ്ടോ ഇഷിക? ഇഷിക പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തല ചായ്ച്ചു. ആദർശും അവൻ്റെ കുടുംബവും നൽകിയ പിന്തുണ അവൾക്ക് പുതിയൊരു ജന്മം ലഭിച്ചതുപോലെ തോന്നിച്ചു. വരാനിരിക്കുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തറവാടിനുള്ളിൽ നടക്കുകയാണ്. അർജുൻ്റെയും ഇഷികയുടെയും വിവാഹം. അതിനിടയിൽ ഇരുളടഞ്ഞ ഭൂതകാലമൊക്കെ മാഞ്ഞുപോയി. ഇഷികയുടെ ജീവിതത്തിൽ പ്രകാശമേറിയ ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു.
ആദർശിൻ്റെ തറവാട്ടിൽ വെച്ചുണ്ടായ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇഷികയുടെ ജീവിതം ഒരു പുതിയ പാതയിലായിരുന്നു. എങ്കിലും തൻ്റെ അച്ഛൻ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കുറ്റവാളിയായിട്ട് തന്നെയാണ് മരണപ്പെട്ടത്. അവളുടെ ഉള്ളിൽ അതൊരു വിങ്ങലായിരുന്നു. അത് തിരിച്ചറിഞ്ഞ അർജുൻ ആദർശുമായി ചേർന്ന് ആ പഴയ കേസിൻ്റെ ചുരുളഴിയിക്കാൻ തീരുമാനിച്ചു. വേദയുടെ അമ്മാവൻ രാഘവൻ പിള്ളയായിരുന്നു അന്ന് ഇഷികയുടെ അച്ഛനെ ചതിച്ചത്. ഇപ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. സ്വാധീനമുള്ള അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അർജുനും ആദർശും ചേർന്ന് ആ പഴയ കമ്പനിയിലെ വിശ്വസ്തനായ ഒരു അക്കൗണ്ടിനെ കണ്ടെത്താൻ തീരുമാനിച്ചു. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ വീട്ടിൽ അയാൾ കഴിയുന്നുണ്ടെന്ന് അവർക്ക് വിവരം ലഭിച്ചു. അർജുനും ആദർശും അങ്ങോട്ടേക്ക് തിരിച്ചു. ആദ്യം സത്യം വിളിച്ചു പറയാൻ അയാൾ ഭയപ്പെട്ടെങ്കിലും അർജുൻ്റെ ഉറച്ച വാക്കുകളും ആദർശിൻ്റെ പിന്തുണയും അയാളിൽ ധൈര്യം നിറച്ചു. അന്ന് രാഘവൻ പിള്ള നടത്തിയ സാമ്പത്തിക വെട്ടിപ്പുകളുടെ ഒറിജിനൽ രേഖകൾ തൻ്റെ പക്കൽ ഇപ്പോഴും ഭദ്രമായുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തി. ഇത് കേട്ട അർജുൻ്റെ കണ്ണുകളിൽ വിജയത്തിൻ്റെ തിളക്കം മിന്നി. അതേസമയം ഇഷികയുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി രാഘവൻ പിള്ളയുടെ ഗുണ്ടകളെത്തി. അർജുൻ കേസ് അന്വേഷിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർ ഇഷികയെ ഭീഷണിപ്പെടുത്തി. ഭയന്നുപോയ ഇഷിക ഉടനെ അർജുനെ വിളിച്ചു. വിവരമറിഞ്ഞ അർജുൻ ആദർശിനോടൊപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഗുണ്ടകളൊക്കെ കടന്നു കളഞ്ഞിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഇഷികയെ ചേർത്ത് പിടിച്ച് അർജുൻ പറഞ്ഞു, ഇഷികയെ, ഇനി അധികം വൈകില്ല. നിന്റെ അച്ഛൻ്റെ കണ്ണീരിന് മറുപടി നൽകാൻ സമയമായിരിക്കുന്നു. അടുത്ത ദിവസം ആദർശിൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനം കൊണ്ട് അക്കൗണ്ടൻ്റ് നൽകിയ തെളിവും ഉപയോഗിച്ച് അർജുൻ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു. രാഘവൻ പിള്ളയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വന്നതോടെ പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചെങ്കിലും ആദർശ് ഏർപ്പാടാക്കിയ പ്രമുഖ വക്കീലിൻ്റെ ഇടപെടലുകൾ അയാളുടെ പഴുതുകളെല്ലാം അടച്ചു. ഒടുവിൽ താൻ ചെയ്ത ചതി രാഘവൻ പിള്ളയ്ക്ക് പോലീസിന് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഇഷികയുടെ അച്ഛൻ്റെ നിരപരാധിത്വം കോടതി മുറിയിൽ തെളിഞ്ഞു. അർജുനും ആദർശിൻ്റെ കുടുംബവും അപ്പോൾ അവിടെ എത്തിയിരുന്നു. വർഷങ്ങൾ നീണ്ട അപമാനത്തിന് അറുതി വന്ന നിമിഷമായിരുന്നു അത്. അപ്പോൾ അർജുൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇഷിക നന്ദി പറഞ്ഞു. അർജുൻ അത് സ്നേഹത്തോടെ നിരസിച്ചു. ഇതെൻ്റെ കടമയായിരുന്നു ഇഷിക. അച്ഛൻ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവുമെന്നവൻ പറഞ്ഞു. ചുറ്റും കൂടിയിരുന്നവരെല്ലാം അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അർജുൻ്റെയും ഇഷികയുടെയും വിവാഹ നിശ്ചയം കനകമംഗലം തറവാട്ടിൽ നടന്നു. ആദർശും അവൻ്റെ കുടുംബവും എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു. പത്തരമാറ്റ് തിളക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഇഷികയെ കണ്ടപ്പോൾ അർജുന് തോന്നി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഇവളാണെന്ന്. തുടർന്ന് കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.